हेलो नमस्कार गाइस നമസ്കാരമുണ്ട് ഗൈസ്. എന്തായാലും ജാഥ ദിൻ हो गया വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇതൊരു ദിവസം ഫ്രീ ആയിട്ട് നിന്നപ്പോൾ ഫുഡ് കൊള്ളൂലാത്തതുകൊണ്ട് വെളിയിൽ പോയി ഫുഡ് മേടിച്ചായിരുന്നു. ഞാൻ ചിക്കൻ നൂഡിൽസ് ആയിരുന്നു മേടിച്ചത്. ഉണ്ടായി പൂച്ചക്കുട്ടന്മാരെ കണ്ടില്ലേ. ഇവന് ഒരു പേരിടാനായിട്ട് കുറേ ആളുകൊണ്ട് ആലോചിച്ച് കിടക്കുക, പേര് കിട്ടിയില്ല. നിങ്ങൾക്കറിയാവുന്നൊരു നല്ല പേര് സജസ്റ്റ് ചെയ്യുക. 2 ദിവസം ലീവ് ഉണ്ടായിരുന്നുകൊണ്ട് പകുതി ശതമാനം കിടന്നുറങ്ങിയിട്ട് വൈകിട്ട് ക്രിക്കറ്റ് കളിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ചെറിയൊരു പവർ ബാങ്ക് വെക്കാനായിട്ട് വലിയ ബാഗും എടുത്തിട്ട് നേരെ മെസ്സിൽ പോയിട്ട് മധുരമുള്ള 2 കേക്കും വിത്തൗട്ട് കട്ടൻ ചായ ഹെൽത്തി എന്നിട്ട് ബസ് എടുത്ത് നേരെ വിട്ടു. തോടാ സോയ. അതിനുശേഷം ഉഠായ. നോക്കിയപ്പോഴേക്കും വെയിൽ വന്നായിരുന്നു. അപ്പോഴേക്കും മ്യൂസിയം എത്തിയായിരുന്നു. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണ പോക്കാണ് ഗൈസ് ഇത്. थोड़ा टाइम के बाद हम लोग अम्बलम में पहुँचाया. उधर ज़्यादा आदमी लोग था. നല്ല ആളുള്ളത് കൊണ്ട് കയറാൻ പറ്റിയില്ല. അതുപോലെ ബുക്കിങ്ങും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 3 പേരും ഒരു ടാക്സി പിടിച്ചിട്ട് മുസഫിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. എല്ലാത്തിൻ്റെയും തുടക്കം ഒരു ചായയിൽ നിന്നാവാന്ന് കരുതി ഒരു ഹോട്ടലിൽ കയറി. അവിടെ മൊത്തം നിർത്തി. അതുകൊണ്ട് രണ്ടാമത്തെ കടയിൽ കയറിയിട്ട് ഫ്രഷ് മിൽക്ക് വെച്ചൊരു ചായ, 3 ചായ ഈ കാർ കേട്ടോ. എന്നിട്ട് ഷോപ്പിങ്ങിന് നേരെ മാർക്കറ്റിലോ. വളരെ കുറച്ച് സാധനങ്ങൾ നിർത്തണം. പെട്ടെന്ന് അവിടെ നിന്ന് മേടിച്ചിട്ട് അവിടെ ഇറങ്ങി അടുത്ത കാർ കൊണ്ട് ഗൈസ്. ഇതൊക്കെ മാസാണ് ഗൈസ്. എന്നിട്ട് അടുത്ത കാർ പിടിച്ചിട്ട് നേരെ മലബാർ മാജിക് റെസ്റ്റോറൻറ്റ്. അവിടെ നമ്മളെ മാമനുണ്ട്. മാമനെ കണ്ടു ഹാപ്പിയായി. മാമൻ്റെ ഭാഗം വലിയൊരു ട്രീറ്റ് തന്നെ. സാബിയ 12 സ്പോട്ട് വരുന്നത്. എന്തായാലും നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ആംബിയൻസും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴേക്കും ഓർഡർ എടുത്തായിരുന്നു. 2 ചട്ടിച്ചോറും ഒരു കാട ബിരിയാണി. കാട ബിരിയാണിക്കുള്ള ഇല നിരത്തി. അതിൽ സലാഡ് വന്നു, ചമ്മന്തി വന്നു, അച്ചാർ വന്നു, കാട ബിരിയാണിയും വന്നു. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാട ബിരിയാണി കഴിക്കുന്നത്. എന്തായാലും വേറെ ലെവൽ സാധനമായിരുന്നു. ടേസ്റ്റ് വൈസും വേറെ ലെവൽ, ഒന്നും പറയാനില്ല. പക്ഷേ ചിക്കൻ അത്ര മാംസമില്ലെങ്കിലും ഹെൽത്തിയാണ് ഗൈസ്, ഭയങ്കര ഹെൽത്തി. പായസം വന്നു, ചോദിക്കാതെ തന്നെ 3 ലൈമും കിട്ടി. എന്തായാലും കൂടെ വന്നവർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, മാമനും ഹാപ്പിയാണ്. മാമൻ്റെ ട്രീറ്റ് വേറെ ലെവലും ആയിരുന്നു. എന്നിട്ട് മാമൻ പോവേണ്ട സ്ഥലങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്ത് തന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഫസ്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്ന മൊബൈൽ ഷോപ്പിൽ കയറി. അവിടെ കയറി പെർഫ്യൂം വാച്ചൊക്കെ മേടിച്ചായിരുന്നു. ഈ ഷോപ്പിംഗ് ഒന്നും എനിക്ക് വേണ്ടിയല്ല, കൂടെ വരുന്നതിൽ ഒരാൾ നാട്ടിൽ പോകണുണ്ട്. ആൾക്ക് വേണ്ടിയുള്ള ചെറിയ ഷോപ്പിംഗ് ആണിത്. എപ്പോഴൊക്കെ ആയിരുന്നാലും കുട്ടികളുടെ സെക്ഷനിലോട്ട് പോകുമ്പോൾ ഞാനും ഒരു കുട്ടിയായിത്തീരുന്നു ഗൈസ്. അന്നാര കണ്ണാ ഓടിവാ കണ്ണാന്തുമ്പി വാടിവാ. എന്നിട്ട് രാവിലെ നമ്മൾ എവിടെ നിന്ന് കയറിയോ ആ കടയിൽ തന്നെ കയറി 3 ചായ വീണ്ടും കുടിച്ചു. എന്നിട്ട് കുറേ നേരം അവിടെ തന്നെ കാത്തു നിന്നു. എന്നിട്ട് വേറെ ഏതൊരു സ്പോട്ടിൽ ബസ് വരുന്നെന്നും പറഞ്ഞു അങ്ങോട്ട് നടന്നപ്പോൾ അവിടെ ബസ്സില്ല. അപ്പോൾ നിന്ന സ്പോട്ടിൽ തന്നെ വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും അവിടെ നിന്ന് നടന്നു വന്നു ബസ് വന്നു ഗൈസ്. 4 മണി തൊട്ട് 6:30 വരെ അവിടെ കാത്തു നിന്നു. നന്നായിട്ട് ഡിലേ ആയി ഗൈസ്. ബസ്സിൻ്റെ പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ ഈ പരിപാടി വേറെ ലെവലായിരുന്നു. എന്തായാലും എണ്ണ അടിച്ചിട്ട് നേരെ ക്യാമ്പിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. പെട്ടെന്ന് വീണ്ടും കാണാം. ബൈ.